ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ മേഖലയിൽ നിശബ്ദമായി നടന്ന ഒരു വലിയ വിപ്ലവത്തെ കുറിച്ചാണ്. ആകാശം പോലെ തന്നെ സുപ്രധാനമാണ് നമുക്ക് കടലിനടിയിലെ സുരക്ഷയും. അവിടെ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ പതുങ്ങിയിരുന്ന നമ്മുടെ രാജ്യാതിർത്തി കാക്കുന്നവരാണ് മുങ്ങിക്കപ്പലുകൾ. എന്നാൽ ഈ മുങ്ങിക്കപ്പലിനെ സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ശത്രുക്കളുടെ പിടിയിൽപ്പെടാതെ ഇരിക്കുക എന്നതാണ്. ഇപ്പോഴിതാ മുങ്ങിക്കപ്പലുകളെ ശത്രുക്കൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ മാറ്റുന്ന ഒരു അത്ഭുത വിദ്യ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ സംഭവമെന്നും ഇന്ത്യ കൈവരിച്ച ഈ കരുത്താർന്ന നേട്ടത്തെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ സാങ്കേതിക വിദ്യ എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മുങ്ങിക്കപ്പലുകളെ റബ്ബർ ടൈലുകൾ കൊണ്ട് പൊതിയുന്ന ഒരു രീതിയാണിത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും വെറും റബ്ബർ ഒട്ടിച്ചാൽ എങ്ങനെയാണ് ശത്രുക്കളെ പറ്റിക്കാൻ കഴിയുക എന്ന. അതിന് പിന്നിൽ ഒരു രസകരമായ കാര്യമുണ്ട്. കടലിനടിയിൽ ഒരു കപ്പലിനെ കണ്ടെത്താൻ റഡാറുകളല്ല, മറിച്ച് സോണാർ എന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതായത് ശത്രുക്കൾ കടലിലേക്ക് ശബ്ദ തരംഗങ്ങൾ അയക്കും. ഈ ശബ്ദം മുങ്ങിക്കപ്പലിൽ തട്ടി തിരിച്ചു വരുമ്പോഴാണ് അവിടെ ഒരു കപ്പലുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഇവിടെയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ റബ്ബർ ടൈലുകളുടെ മാജിക് നടക്കുന്നത്. മുങ്ങിക്കപ്പലിന്റെ പള്ളയിൽ അഥവാ ഹള്ളിൽ ഈ പ്രത്യേക റബ്ബർ ടൈലുകൾ ഒളിപ്പിച്ചു വെക്കും. ശത്രുക്കൾ അയക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഈ ടൈലുകളിൽ വന്ന് തട്ടുമ്പോൾ അത് തിരിച്ച് പ്രതിഫലിക്കുന്നതിന് പകരം ഈ റബ്ബർ ആ ശബ്ദത്തെ പൂർണ്ണമായും ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഈ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെയാണത്. അതോടെ ശത്രുക്കളുടെ മെഷീനിൽ യാതൊരു സിഗ്നലും കാണില്ല. കപ്പൽ അവിടെ ഉണ്ടെന്ന് അവർക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല. ഇതിനെയാണ് നമ്മൾ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, മുങ്ങിക്കപ്പലിനുള്ളിലെ എഞ്ചിനുകളും മറ്റും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും പുറത്തേക്ക് കടക്കാതെ ഈ റബ്ബർ കവചം തടഞ്ഞു നിർത്തും എന്നതാണ്. അതായത് പുറത്തു നിന്നുള്ള ശബ്ദത്തെ അകത്തേക്ക് വിടില്ല, അകത്തുള്ള ശബ്ദത്തെ പുറത്തേക്കും വിടില്ല. ശരിക്കും പറഞ്ഞാൽ കടലിനടിയിലെ ഒരു അദൃശ്യ കവചമാണിത്. ഇത് മുങ്ങിക്കപ്പലുകളുടെ യുദ്ധവീര്യം പല മടങ്ങ് വർദ്ധിപ്പിക്കും. ഇത്രയും കാലം ഈ ഒരു സാങ്കേതിക വിദ്യക്ക് വേണ്ടി നമ്മൾ 100% വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ ടൈലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു. ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് മനസ്സിലാക്കണം. കടലിനടിയിലെ കഠിനമായ മർദ്ദത്തിലും ഉപ്പുവെള്ളത്തിലും ഒന്നും കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ പല പാളികളായി സങ്കീർണമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൂടി ചേർത്ത് വേണം ഈ ടൈലുകൾ നിർമ്മിച്ചെടുക്കാൻ. ആ വലിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ പ്രതിരോധ രംഗത്ത് ഇന്ത്യ ആത്മനിർഭർ ഭാരത് കൈവരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇനി നമ്മുടെ നാവികസേനയുടെ മുങ്ങിക്കപ്പലുകൾ കടലിനടിയിലൂടെ നിശബ്ദമായി സഞ്ചരിക്കും. ശത്രുക്കൾ അതറിയുക പോലുമില്ല. പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമായി നിർമ്മിക്കുക എന്ന ഇന്ത്യയുടെ നയം ഇവിടെ വലിയൊരു വിജയം കണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കരുത്തനായ INS കൽവരി, ഹരിഹന്ത്, ഹരിഗഡ് തുടങ്ങിയ മുങ്ങിക്കപ്പലുകളിലെല്ലാം ഈ വിദ്യ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ നിരീക്ഷണം നടത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മുങ്ങിക്കപ്പലുകൾക്ക് ഇത്തരം ഒരു ഒളിച്ചിരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത് രാജ്യത്തിന് വലിയൊരു സുരക്ഷയാണ് നൽകുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തമായി നിർമ്മിക്കുക എന്ന ഇന്ത്യയുടെ നയം ഇവിടെ വലിയ വിജയം കണ്ടിരിക്കുകയാണ്. ഈ ടൈലുകൾ വെച്ച് പിടിപ്പിച്ച മുങ്ങിക്കപ്പലുകൾ കടലിനടിയിൽ ഒരു വലിയ സ്രാവിനെ പോലെയോ തിമ്മീകലത്തെ പോലെയോ ആണ്. പ്രകൃതിദത്തമായ ശബ്ദങ്ങൾ മാത്രം പുറത്തു വിടുന്നത് കൊണ്ട് ശത്രുക്കളുടെ സോണാർ ഇതിനെ ഒരു കപ്പലായി തിരിച്ചറിയാതെ വെറും ഒരു വലിയ മീനോ പാറയോ ആയി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് കൃത്യമായാണ് ഈ ടൈലുകൾ ശബ്ദത്തെ മറയ്ക്കുന്നത്. ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമേ ഈ വിദ്യ സ്വന്തമായി അറിയാവൂ. ചൈനയും പാകിസ്ഥാനും ഒക്കെ അവരുടെ മുങ്ങിക്കപ്പലുകൾക്ക് വേണ്ടി ഇപ്പോഴും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ ഇത് സ്വന്തമായി ഉണ്ടാക്കിയെന്നത് നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ മുങ്ങിക്കപ്പലുകളുടെ ആയുസ് കൂട്ടാനും അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കാനും സഹായിക്കും. ഈ നേട്ടം വെറും ഒരു സാങ്കേതിക വിദ്യയുടെ വിജയം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കാഴ്ചപ്പാടിലുണ്ടായ വലിയൊരു മാറ്റത്തിന്റെ ഫലമാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ ഇന്ന് ആ ചിത്രം പൂർണ്ണമായും മാറിയിരിക്കുന്നു. 100% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും വേണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച തീരുമാനമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ചാലക ശക്തി. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം വെറും വാക്കുകളിൽ ഒതുങ്ങാതെ പ്രായോഗികമായി നടപ്പിലാക്കാൻ മോദി സർക്കാർ കാണിച്ച ആർജവമാണ് ഇന്ന് കടലിനടിയിലും ഇന്ത്യ ഒരു വൻ ശക്തിയാക്കി മാറ്റുന്നത്.
വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, നമ്മുടെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും അർഹമായ പിന്തുണ നൽകുക എന്ന നയത്തിലൂടെ പ്രതിരോധ രംഗത്ത് ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. ഈ റബ്ബർ ടൈൽ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയതോടെ ലോകത്തിലെ അതിശക്തരായ ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുന്നു. ശത്രുക്കൾക്ക് ഭയവും രാജ്യത്തിന് അഭിമാനവും നൽകുന്ന ഇത്തരം പദ്ധതികൾക്ക് മോദി സർക്കാർ നൽകുന്ന പിന്തുണ ഇന്ത്യയെ വരും വർഷങ്ങളിൽ ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബായി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇത്തരം രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യകൾ പുറംലോകം അറിയാറില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യത്തിൽ പ്രതിരോധ മേഖലയിൽ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് എന്ന നയമാണ് ഇന്ന് നമ്മളെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചത്. മുമ്പ് റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വന്നിരുന്ന ഈ ടൈലുകൾ ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തം ലാബുകളിൽ വികസിപ്പിച്ചെടുക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങൾക്ക് നൽകേണ്ടി വരുമായിരുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സഹായിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ സൈനിക രഹസ്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ കൈകളിൽ തന്നെ സുരക്ഷിതമായിരിക്കുകയും ചെയ്യുന്നു. കടലിനടിയിലെ യുദ്ധക്കളത്തിൽ ഇന്ത്യ ഇനി വെറും ഒരു സാന്നിധ്യമല്ല, മറിച്ച് ശത്രുക്കൾ ഭയക്കുന്ന ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു വലിയ സ്വപ്നമാണ് ഇന്ത്യ ഒരു ആയുധ കയറ്റുമതി രാജ്യമാക്കുക എന്നത്. നമ്മൾ സ്വന്തമായി വികസിപ്പിച്ച ഈ റബ്ബർ ടൈൽ സാങ്കേതിക വിദ്യ കാണുമ്പോൾ വരും കാലങ്ങളിൽ സൗഹൃദ രാജ്യങ്ങൾ അവരുടെ മുങ്ങിക്കപ്പലുകൾക്ക് വേണ്ടി ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ വരും. അതായത് ഇന്ത്യ മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മറ്റുള്ളവർ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു കാലത്തേക്ക് വളരുകയാണ്. പലർക്കും തോന്നാം മുങ്ങിക്കപ്പൽ എന്ന് പറഞ്ഞാൽ നല്ല കരുത്തുള്ള സ്റ്റീൽ അല്ലേ എന്ന്. പക്ഷേ സ്റ്റീൽ എന്ന് പറയുന്നത് ശബ്ദത്തെ വേഗത്തിൽ കടത്തിവിടുന്ന ഒന്നാണ്. ഇന്ത്യ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയത് വഴി ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്ക, റഷ്യ, ഫ്രാൻസ് എന്നിവരുടെ ഒപ്പം എത്തിയിരിക്കുകയാണ്. ഇത് നാളെ നമ്മുടെ മുങ്ങിക്കപ്പലുകൾ വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള വലിയൊരു സാധ്യതയാണ് തുറന്നു തരുന്നത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും വലിയ മാറ്റമുണ്ടാക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതുപോലെ ഈ ഒരു റബ്ബർ ടൈൽ സാങ്കേതിക വിദ്യ കേവലം ഒരു എഞ്ചിനീയറിംഗ് നേട്ടം മാത്രമല്ല, ഇത് കടലിനടിയിൽ ഇന്ത്യയുടെ അധികാരം ഉറപ്പിക്കുന്ന ഒരു വലിയ ചുവടുവെപ്പാണ്. ശത്രുക്കളുടെ സോണാറുകളെയും സെൻസറുകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് കടലിന്റെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ രാജ്യം കാക്കാൻ ഈ അദൃശ്യ കവചം നാവികസേനയെ സഹായിക്കും. വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ നമ്മുടെ മണ്ണിലെ അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്ര വേഗമാണ് കുതിക്കുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രതിരോധ രംഗത്ത് ലോകം ഇന്ന് ഇന്ത്യ ഒരു വൻ ശക്തിയായി അംഗീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ നേട്ടത്തെ കുറിച്ച് നിങ്ങൾക്കും അഭിമാനം തോന്നുന്നില്ലേ? ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഇത്തരം വലിയ നേട്ടങ്ങൾ ഇനിയും നമ്മെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.